ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത അഗ്രേ. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഇടലിപ്പോൾ കുറവാണ്. ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഇട്ടിരുന്നത് സ്നോഫോളിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീഡിയോസ് അപ്പോൾ സ്നോഫോളിൻ്റെ കഴിഞ്ഞതിന് ശേഷം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അത്യാവശ്യം കുറവാണ് വീഡിയോസ് ഇടുന്നത്. അതപ്പോൾ ഞാൻ വിചാരിച്ചത് മാത്രമല്ല, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. വേറൊന്നല്ല, എൻ്റെ കണ്ണേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് നാളല്ല, ഡേറ്റ് ആണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സർപ്രൈസ് ഒക്കെ കൊടുക്കാം. സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും സർപ്രൈസ്, ഏതൊരാൾക്കാരും ഒന്ന് സർപ്രൈസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിന്ന് വലിയ പ്ലാനിങ് ഒക്കെ ഉണ്ടായി. 12 മണിക്ക് വിഷ് ചെയ്യണം, കേക്ക് കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഒക്കെ ചീറ്റി, ഫുള്ള് ഫ്ലോപ്പായിപ്പോയി. അന്നപ്പം പിന്നെ അതങ്ങ് വിട്ടു. പിന്നെ ഞാൻ ആ പരിപാടി നേരെ നീക്കി വെച്ചു. വൈകുന്നേരത്തെ ഈവനിങ് ചെറിയൊരു പരിപാടിയല്ല, ചെറിയൊരു സർപ്രൈസ് കണ്ടിട്ട് ഒരിക്കലും മനസ്സ് പോലും ചിന്തിക്കില്ല, എനിക്ക് ഉറപ്പാക്കാൻ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പൊളിഞ്ഞു പോകുമെന്ന് അറിയില്ല കേട്ടോ, പക്ഷെ അറിയാൻ ചാൻസ് ഇല്ല. അപ്പം വൈകുന്നേരം ചെറിയൊരു സർപ്രൈസ് കണ്ടിട്ട് കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാന്നുള്ളത് വിചാരിച്ചു. പിന്നെ അന്ന് പിറന്നാളായിട്ട് ഉച്ചയ്ക്ക് സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ. സാധാ ചോറ്, കറി, ചെറിയൊരു സദ്യ, വലിയ സദ്യ കൂട്ടങ്ങളൊന്നുള്ളതല്ല, ചെറിയ രീതിയിലുള്ള ഒരു സദ്യയാണ്. പിന്നെ സ്പെഷ്യലായിട്ട് സദ്യ പറഞ്ഞിട്ട് ഞം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സദ്യ എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ണേട്ടന് ഫേവറേറ്റ് പായസമാണ്. അപ്പൊ നല്ല മധുരമുള്ള ഐറ്റംസ് ആണ് കണ്ണേട്ടന് ഇഷ്ടം. പായസം വലിയ ഇഷ്ടമാണ്. സ്പെഷ്യൽ ഒരു പായസം വെക്കും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് കാണാം. ഇന്നത്തെ ഇപ്പൊ ഏകദേശം ഉച്ചയായിട്ടോ, ഞാൻ ഇപ്പോഴാണ് വ്ളോഗ് എടുക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? ഓക്കെ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. ഓക്കെ, ബൈ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാട്ടോ ബർത്ത്ഡേ സ്പെഷ്യലൊന്നുമില്ല. സാമ്പാറും ചോറുണ്ട്, പപ്പടം, ചിക്കൻ പൊരിച്ചതുണ്ട്, അവയിലുണ്ട്, അച്ചാറുണ്ട്, പിന്നെ കാബേജും ക്യാരറ്റും കൂടിയുള്ള ഉപ്പേരിയുണ്ട്, പിന്നെ പായസമുണ്ട്, വെള്ളമുണ്ട്, സേമിയ പായസം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ച്. എങ്ങനെയുണ്ട് കണ്ണേട്ടാ ഫുഡ്? കാര്യം പറ, നിനക്കെന്താ ഒരു പുച്ചോ? നോക്കൂ ഗൈസ്, ഇവിടെ നിന്ന് കളിയാക്കുന്നത് ഗൈസ്. അപ്പം ഞാനും കുഞ്ഞാപ്പിടി കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവാട്ടോ. കണ്ണേട്ടൻ്റെ ഞാൻ കേക്കിന് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പം ഇന്നിപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഞാനും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചേച്ചിനെ പരിചയപ്പെട്ടില്ല, ചേച്ചി ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോകുന്നത്. അപ്പം കേക്ക് വാങ്ങിയിട്ട് കാണാം. ഓക്കെ, ഞങ്ങളിതാ ഒരു 5:30 ഇറങ്ങുമെന്ന് പറഞ്ഞതാട്ടോ. പക്ഷേങ്കിൽ ഞാൻ ലേറ്റായി. ചേച്ചിൻ്റെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം ഗൈസ്. ആ കാറിൻ്റെ മറവിലുണ്ട്, അതാ നിൽക്കുന്നു. ഞാൻ നല്ല ടൈമിങ്ങിലല്ലേ വന്ന്, അല്ല പറഞ്ഞ സമയേ. ഗൈസ്, ഞാനപ്പോൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നതാട്ടോ. ദോ ആ കാണുന്നതാണ് എൻ്റെ കേക്ക്. ഗൈസ്, അപ്പം ഞാൻ ആ കേക്കൊക്കെ വാങ്ങി വന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതാട്ടോ കേക്ക് കാണിച്ചത്. ഇതാട്ടോ കേക്ക്, പൈനാപ്പിൾ ഫ്ലേവറാണ് സംഭവം. അതാണ് ഞാൻ അതപ്പോൾ വാങ്ങി ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേൻ്റെ ഇത് ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കണ്ണേട്ടൻ വന്നാൽ കണ്ണേട്ടൻ 9 മണിയാവും വരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഗിഫ്റ്റ്. വലിയ ഗിഫ്റ്റ് ഒന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഗിഫ്റ്റാണ്. അപ്പം കണ്ണേട്ടൻ വന്നിട്ട് കൊടുക്കാം. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതാട്ടോ. അതായത് ഏകദേശം കൊണ്ട് ഇവിടെ എത്തിയിട്ട് 1 മാസമായി. അപ്പം ഗിഫ്റ്റ് ഞാൻ ഇപ്പോൾ ഇവിടെ വെക്കുന്നില്ല, കൈ കൊടുക്കട്ടോ. കേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഒക്കെ സെറ്റാക്കട്ടെ. ഇനി ഫുഡും കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇനി കണ്ണേട്ടൻ വന്നിട്ട് കാണാം.
ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ എന്താ ഡെക്കറേഷൻ്റെ ഒക്കെ നേരത്തെ കാണിച്ചെന്നല്ലോ. ഞാൻ ഇത്രയും നേരവും അവിടെ ഏച്ചീൻ്റെ അടുത്തായിരുന്നു കേട്ടോ. കണ്ണേട്ടൻ അറിവില്ലായിരുന്നു. കണ്ണേട്ടൻ കുഞ്ഞിനെ താഴ്ത്തിട്ട് സൈക്കിൾ സ്റ്റാൻഡിലിട്ടിട്ട് ഇപ്പം വരും. അന്നൊക്കെ ഞാൻ ഓടി കയറിയതാണ്. ശ്വാസം വിടുന്നത് ഞാൻ. അപ്പം കണ്ണേട്ടൻ എക്സ്പ്രഷൻ എന്താന്ന് നോക്കാം. ഗൈസ് വരുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. എക്സ്പെക്ട് ചെയ്തീനോ അത് പറ സത്യ, സീരിയസ്ലി. ഓക്കെ, കേക്ക് എങ്ങനെ ഉണ്ട്? ഇഷ്ടമായോ നോക്ക്. ഇഷ്ടമായോ? സീരിയസ്ലി ആയി പറ. കുഞ്ഞൻ്റെ ആ ക്യാപ്പ് വേണേ അയച്ചാൾ കണ്ണേട്ടാ. എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ്? അതിനെക്കുറിച്ച് പറയാം. കൈ കടിക്കുന്ന എക്സ്പെക്ട് ചെയ്തില്ല. നിങ്ങളോട് ആരും പറഞ്ഞില്ലേനും, ഒരാളും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട്. വെയിറ്റ് ചെയ്യൂ. സർപ്രൈസ് ആണേ. കണ്ടടേ അവിടെ നീ നിൽക്കോ? ഇങ്ങനെ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? എന്നാലും കുഞ്ഞപ്പി തരാം, അമ്മ തരാടാ. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. എക്സ്പെക്ട് ചെയ്തോ? ഇതൊരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലല്ലോ. ഇത് എവിടെ നിന്ന്? ഇത് എന്തായിരിക്കും? ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? ഐഫോണാ. ഓക്കെ, ഇത് കണ്ണേട്ടാ, ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ട് മാസങ്ങളായി. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന സാധനമാണത്. പിന്നെ വലിയതൊന്നും പ്രതീക്ഷിക്കരുത്. ഗൈസ്, എന്നാൽ കഴിയുന്ന ഗിഫ്റ്റാണ്. അധികം വലിയതൊന്നും വിചാരിക്കരുത്. വെൽക്കം. താങ്ക്സ് മാത്രമേ ഉള്ളൂ. എന്നാലും എന്തോ ഒന്നും കൂടി. അപ്പം ഞാൻ എടുക്കാം. എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്ന പറ. കണ്ടിട്ട് ഞങ്ങളെ കാല് ഇത്രയല്ലേ ഉള്ളൂ. ചെറുതിനുള്ള ചെരുപ്പ്, മോളെ എനക്കുള്ള ചെരുപ്പ് കേട്ടോ അച്ഛന് ഗിഫ്റ്റ് കൊടുത്ത്. ഒരു ക്ഷമയോടെ പൊട്ടിക്ക് കണ്ണേട്ടാ. പിന്നെ ഇങ്ങ് ഫോണ് തരില്ലേ? അത് പറഞ്ഞു എൻ്റെ ഫോണ് കയറുന്നുണ്ട്, ഒന്ന് വാങ്ങിച്ചെന്ന്. അത് വൃത്തിയിൽ പറിച്ചാൽ കിട്ടില്ലോ. കൂളിംഗ് ഗ്ലാസ്. ക്യാമറ ആർക്ക്? നിങ്ങൾക്കോ? എന്തിന്? എന്തായിരിക്കും? ഗസ് ചെയ്യ്. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനം, നിങ്ങളെ കയ്യിൽ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട സാധനമാണത്. ഉറപ്പാ? ഓക്കെ, എന്നാ വാശാണ് നോക്കാം. എൻ്റെ കണ്ണടങ്ങളിൽ കാണാത്തത് പലതും കാണുന്നു. ഇത്രയ്ക്ക് ക്ഷമയോ ഗിഫ്റ്റ് കൂട്ടിക്കാൻ? ഓഹോ, അറഞ്ചം പുറഞ്ചം മറക്കുന്ന മനുഷ്യനാ. എന്ത് പറ്റി നോക്കണം. എത്രയായി എന്നറിയാം ശ്വാസം മുട്ടി ഇതിൻ്റെ ബാഗ് കിടക്കുന്നു. എങ്ങനെ ഉണ്ട് എന്ന് പറയാ. എങ്ങനുണ്ട്? ഇഷ്ടായോ? സത്യം പറ.
മുഖത്തിന് എന്തോ ഒരു ചേഞ്ച്, മുഖത്തിന് എന്തോ ഒരു ചേഞ്ച്. ഇഷ്ടമായി കയ്യിൽ കെട്ടി. ചിലപ്പോൾ ഇത് ഞാൻ മേലെ പറിച്ചിട്ടൊന്നും ലൂസല്ലേ. അമ്പ എത്രയോ കട്ട് ചെയ്യാണ്ടല്ലേ. ഇവിടുത്തെ ഷോപ്പ് കൊടുത്താൽ ചെയ്തു തരൂലേ? അങ്ങനെയുണ്ട്. ഇത് കണ്ട ബോധം കെട്ടും ചെയ്യ നോക്കണ്ട. ഒന്നും പ്രതീക്ഷയില്ല, കേക്കും പ്രതീക്ഷയില്ല. കണ്ടിട്ട് നിങ്ങളെ മുഖത്തിനൊരു ഭാവവ്യത്യാസം എന്തോ പോലെ. വേണ്ട, ഒന്നും മോള് പൊട്ടിച്ചത് ഓർമ്മ ഉണ്ടല്ലോ. അപ്പം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. രാത്രി എന്താ ഫുഡ് എന്നറിയാം, സ്പെഷ്യൽ ആട്ടോ കാണിച്ചത്. രാത്രിത്തേക്ക് സ്പെഷ്യൽ കുക്കർ ബിരിയാണി കേട്ടോ. കുക്കർ ബിരിയാണി ഉണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, പിന്നെ തൈര് ഉണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം എന്തായാലും ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഏകദേശം സമയം 9 മണി 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം കഴിച്ചിട്ട് കാണാം. ഓക്കെ, എങ്ങോട്ട് കണ്ണേട്ടാ? ടേസ്റ്റ് ഉണ്ടോ? എരി കുറച്ചു ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ, എരിവൊന്നും കൂടുതലൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ദാ ഫുഡ് കഴിച്ച് ഒക്കെ കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി പോവാട്ടോ. ഞാൻ എന്താ വിചാരിച്ച പോലെ തന്നെ കണ്ണേട്ടൻ നല്ല രീതിയിൽ സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കണ്ണേട്ടൻ വിചാരിക്കുന്നില്ല ഞാൻ അത്രയും എനിക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന വലിയ ഒരു ഇതൊന്നും അല്ലെങ്കിൽ കൂടി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ണേട്ടൻ നന്നായിട്ട് സർപ്രൈസ്ഡ് ആവുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കുഞ്ഞിനെയും കൊണ്ട് ഞാൻ കേക്ക് വാങ്ങാൻ പോകുന്നു, ഓർഡർ കൊടുക്കുന്നു, ഗിഫ്റ്റ് പോലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം കാണുന്നില്ലല്ലോ, ഞാനെവിടെ പോയി വാങ്ങിയാലല്ലേ. പിന്നെ അതൊന്നും ഇല്ലാണ്ടെന്നപ്പം ശരിക്കും ആള് ഞെട്ടി. അപ്പം ഞാൻ ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ച അങ്ങനെ തന്നെ അതിന് അറിയാതെ എല്ലാം ചെയ്യണം എന്നാണ്. അതുപോലെ തന്നെ എല്ലാം നടന്നു. പിന്നെ എനിക്കൊരു കേക്ക് വാങ്ങാനും പോകാനും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, കൂടെ ഇവിടെ ഒരു ചേച്ചി എനിക്ക് ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയ ആളാണ്. ആ ചേച്ചി ഉള്ളത് കൊണ്ട് എനിക്ക് പോയി വരാൻ കഴിയും. കാരണം എനിക്ക് ഒറ്റയ്ക്ക് മോളെയും കൊണ്ട് അവിടെ വരെ പോയി കേക്കും വാങ്ങി തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചേച്ചിയും കൂടെ ഉള്ളത് കൊണ്ട് നല്ലോണം പോയി വരാൻ കഴിഞ്ഞു. പിന്നെന്താ, പിന്നെ കണ്ണേട്ടൻ ഒരു കാര്യം കേട്ടോ, കണ്ണേട്ടൻ മാത്രമല്ല, കണ്ണേട്ടൻ്റെ ഞങ്ങൾ അറിയുന്ന ഒരുപാട് പേരുണ്ട്. ഈ കേക്ക് ഉള്ള ഷോപ്പ്, ആ ഷോപ്പുള്ളവരൊക്കെ അറിയുന്നതാണ്, കണ്ണേട്ടൻ അറിയുന്നതാണ്, ദിവസം കാണുന്നത്. ഞാൻ അവരോടൊക്കെ പറഞ്ഞതാണ് കണ്ണേട്ടനോട് ദയവ് ചെയ്ത് പറയരുത്. കാരണം ഞാൻ ഇവിടെ വന്നെന്നുള്ളത് ജസ്റ്റ് പറയല്ലോ, അങ്ങനെ വണ്ടീനും വൈഫും വന്നിരുന്നു എന്നുള്ളത്, അതുപോലും പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും ഒന്ന് കേക്ക് ഓർഡർ ചെയ്യാൻ പോയ അന്ന്, വാങ്ങിക്കാൻ പോയ അന്നും ഒക്കെ. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. പിന്നെന്താ, എന്തായാലും ഞാൻ ഹാപ്പിയാണ്, കണ്ണേട്ടൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പം ഇൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ഗുഡ് നൈറ്റ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.